വിഷാദത്തിന്റെ വിഷത്തിൽ നിന്നും കാവ്യാമൃത് കടഞ്ഞ വേദാന്തി. മഹാകവി കുമാരനാശാന്റെ ദേഹവിയോഗത്തിന് 1 നൂറ്റാണ്ട്. കേരളത്തെ മാറ്റിയെഴുതിയ മരണമില്ലാത്ത മഹാകവിയുടെ ഓർമ്മകളുമായി കാലം ആവശ്യപ്പെടുന്ന സാംസ്കാരിക യാത്ര നടന്നു. പാരിപ്പള്ളി വയമ്പ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആശാൻ സ്മൃതിയാത്ര കായ്ക്കരയിൽ തുടങ്ങി പല്ലനയിൽ അവസാനിച്ചു. സ്വാതന്ത്ര്യം തന്നെ ജീവിതമെന്ന കവിവാക്യം ഉയർത്തിക്കൊണ്ടുള്ള കുമാരനാശാൻ ചരമശതാബ്ദി ആചരണം ആശാൻ കൾച്ചറൽ ഫെസ്റ്റ് 2023 നവംബർ 12 മുതൽ പാരിപ്പള്ളി വയമ്പ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന വിവിധ പരിപാടികളുടെ അവസാനം കൂടിയായിരുന്നു ആശാന്റെ ചരമദിനമായ ജനുവരി 16 ജന്മസ്ഥലമായ കായ്ക്കരയിൽ നിന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനയിലേക്ക് സംഘടിപ്പിച്ച ആശാൻ സ്മൃതിയാത്ര. പ്രശസ്ത എഴുത്തുകാരി ആർ പാർവതി ദേവിയുടെ നേതൃത്വത്തിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമടങ്ങുന്ന സംഘം സ്മൃതിയാത്രയിൽ പങ്കുചേർന്നു. കായ്ക്കരയിലെ ആശാൻ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി തുടങ്ങിയ യാത്രാ സമ്മേളനത്തിൽ കവിയും മാധ്യമ പ്രവർത്തകനുമായ ഫിർദൌസ് കായൽപ്പുറം സ്വാഗതമറിയിച്ചു. കഴിഞ്ഞ 3 മാസമായി കുമാരനാശാനെ തലച്ചോറിൽ തിരികൊണ്ടുള്ള ഒരു സാംസ്കാരിക യാത്രയാണ് വയമ്പ് സംഘടിപ്പിച്ചത്. അതിൽ ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം, ഇപ്പോൾ വർക്കല എസ് എൻ കോളേജ്, കൊല്ലം എസ് എൻ കോളേജ്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, ഈ പ്രദേശങ്ങളിലുള്ള നിരവധി വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും പുതിയ തലമുറയ്ക്ക് ഒരു കവി എന്നതിനപ്പുറം കേരള നവോത്ഥാനത്തിൻ്റെ അമരം പിടിച്ച കുമാരനാശാനെ വളരെ വ്യക്തമായി പരിചയപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന ഒരു വളരെ സന്തോഷകരമായ അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങളുള്ളത്. അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ലൈജു അധ്യക്ഷനായി. കുമാരനാശാനെ മാത്രമേ കാണൂ കേരളത്തിൽ ഇന്ത്യയിലാകമാനം 3 സ്മാരകങ്ങളുള്ള ഒരു എഴുത്തുകാരൻ. ആശാൻ്റെ ജന്മസ്ഥലമായ കായ്ക്കരയും കർമ്മഭൂമിയായ തോന്നയ്ക്കലും അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനയും, അങ്ങനെ 3 ആശാൻ സ്മാരകങ്ങളും വർത്തമാനകാലത്തിൽ വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഉച്ചനീതിനെതിരെയും അടിമത്തത്തിനെതിരായി പോരാടുകയും അതിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും ചെയ്ത കുമാരനാശാൻ തൻ്റെ തൂലിക കൊണ്ട് ഈ നാടിൻ്റെ എല്ലാവിധ സ്വാതന്ത്ര്യത്തെയും ഉത്ബോധിക്കുകയും അതിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹം നടത്തിയുള്ള രചനകളൊക്കെ തന്നെ ഈ ആശാൻ മരിച്ച് 100 വർഷം പൂർത്തിയാകുമ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആശാന്റെ കവിതകളുടെ പ്രാധാന്യം തന്നെയാണ്. ചിത്രകാരൻ അജിത് SR ഉദ്ഘാടന സമ്മേളനത്തിൽ ജാഥാ സന്ദേശം അറിയിച്ചു. 1 നൂറ്റാണ്ട് ഒരു മഹാതിശയനായ മഹാകവി മലയാളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ ശൂന്യതയെ ഓർമ്മകൾ കൊണ്ടെങ്കിലും നിറയ്ക്കുക എന്ന ചെറുതും മഹത്തരവുമായ ഒരു ദൗത്യത്തെ മുൻനിർത്തിയാണ് ആശാൻ സ്മൃതിയാത്ര നാം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്നതാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. സ്വാതന്ത്ര്യം എന്ന പദമില്ലെങ്കിൽ ഒരു ഭാഷയിൽ മറ്റെല്ലാ പദങ്ങളും അസംഗതമാവുകയും അർത്ഥമില്ലാത്തതാവുകയും ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം എന്ന് ആശാൻ പറഞ്ഞത്. ജാതി കൊണ്ടും ജാതി വെറി കൊണ്ടും ജാതി വിവേചനം കൊണ്ടും മനുഷ്യത്വത്തെ മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ഇന്ത്യയുടെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും എപ്പോഴും തിരസ്കരിക്കപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധിയായി ആശാൻ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതം നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്ന് നാം ഓർക്കണം. തുടർന്ന് ആശാൻ സ്മൃതിയാത്രയുടെ ഭാഗമായി പുസ്തകങ്ങളുടെ പ്രകാശനം മലയാളത്തിന്റെ പ്രിയ കവി കെ ജയകുമാർ നിർവഹിച്ചു. പ്രശസ്ത കവി രാജൂടി മംഗലത്തിന്റെ ഉലയും കനലും എന്ന പുസ്തകം കവിയും അധ്യാപകനുമായ നെടുമൺകാവ് സജീവ് ഏറ്റുവാങ്ങി. പ്രശസ്ത കവി ശ്രീകുമാർ പ്ലാക്കാടിന്റെ ഞാൻ ആശാന്റെ മാതങ്കി എന്ന പുസ്തകം കല്ലുവാതക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ചെയർമാൻ ശ്രീമാൻ റുവൽ സിംഗ് ഏറ്റുവാങ്ങി. ഇതിവിടെ വരാൻ സാധിക്കുന്നു, ഈ സ്മൃതിയാത്രയുടെ പങ്കാളിയാകുന്നു, നമ്മൾ കുറച്ചു നേരം ആശാൻ സ്മരണയിൽ മുഴുകുന്നു. ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃതം. അദ്ദേഹത്തിൻ്റെ ഓരോ കൃതിയുടെയും പ്രസിദ്ധീകരണത്തിൻ്റെ 100 വർഷം ഇപ്പോഴും സംവാദങ്ങളുടെയും ആഘോഷങ്ങളുടെയും സന്ദർഭമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അഗാധമായിട്ടുള്ള ജീവിതത്തെ ഇത്ര സാന്ദ്രതയോടുകൂടി സമീപിച്ച് അനുഭവങ്ങളെ ഇത്രമാത്രം ദാർശനികവും വൈകാരികവുമായ തലങ്ങളിൽ അനുഭവിച്ചു തീർത്ത ഒരു കവി. തുടർന്ന് പ്രശസ്ത കവി കെ ജയകുമാർ ആശാൻ സ്മൃതിയാത്രയുടെ ഫ്ളാഗ് ജാഥ ക്യാപ്റ്റൻ ആർ പാർവതി ദേവിക്ക് കൈമാറി പല്ലനയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ലോകാനുരാഗമുയരാത്തവരെ നരൻ്റെ ആകാരമാറുന്നിവിടെ ജനിച്ചിടായുവിൻ എന്ന് കുമാരനാശാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം. ഇന്നത്തെയും ഏറ്റവും വലിയ സന്ദേശം അതുതന്നെയാണ്. കുമാരനാശാൻ സൃഷ്ടിച്ച ആ സൗന്ദര്യം, ആ വിചാരധാര
നിരന്തരമായി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമെന്നും നമ്മുടെ ആത്മാവിനെ, നമ്മുടെ ഹൃദയങ്ങളെ അത് നിരന്തരം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുമെന്നും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് യാത്രാമധ്യേ LVUP സ്കൂൾ വെൺകുളം ആശാൻ സ്മൃതി യാത്രയ്ക്ക് സ്വീകരണം നൽകി. കുട്ടികളുടെ കഴിവുകളിൽ തെളിഞ്ഞ ആശാൻ ചിത്രങ്ങളും ആശാൻ കവിതകളും LVUPSന്റെ ചുമരുകളെ കയ്യേറിയിരുന്നു. കുമാരനാശാന്റെ ചിത്രത്തിന് കൂടുതൽ നിറം നൽകിയ LVUPSലെ ആസ്മിക വരച്ച ചിത്രത്തിന് സ്വീകരണത്തിൽ പുതുമയേറി. തുടർന്ന് വയമ്പ് സാംസ്കാരിക വേദി ആശാൻ സ്മൃതി യാത്രയുടെ ഫ്ളാഗ് വെൺകുളം LVUPSനെ കൈമാറി. ശേഷം ഇടവ ജവഹർ പബ്ലിക് സ്കൂൾ ആശാൻ സ്മൃതി യാത്രയ്ക്ക് ബാൻഡ് മേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ R പാർവതി ദേവി ആശാൻ സ്മൃതി യാത്ര ഫ്ളാഗ് ജവഹർ പബ്ലിക് സ്കൂളിന് കൈമാറി. ആശാൻ കവിതകളും ഓർമ്മകളും ഇടതൂർന്ന കായിക്കരയിൽ നിന്നും പല്ലനയിലേക്ക് തുടരുന്ന ബസ് യാത്ര ശേഷം SNVRC ബാങ്ക് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു. വയമ്പ് രക്ഷാധികാരി അഡ്വക്കേറ്റ് G രാജു സ്വീകരണ പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു. സ്വാതന്ത്ര്യം തന്നെ ജീവിതമെന്ന ആശാന്റെ മഹത്വജനം അത് സ്വീകരിച്ചുകൊണ്ടാണ് വയമ്പ് സാംസ്കാരിക സംഘടന ഈ സ്മൃതിയാത്ര സംഘടിപ്പിച്ചു. ഒരു 100 വർഷത്തിന് മുമ്പ് നമ്മുടെ നാട് ഇങ്ങനെ ആയിരുന്നില്ല. തൊട്ടുകൂടാത്തവർ, നീതിക്കോടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, നരൻ അശുദ്ധ വസ്തു ആണെങ്കിലും അന്ധകാരപൂർണമായ ഒരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. SNVRC ബാങ്ക് പ്രസിഡന്റ് നെടുങ്ങോലം രഘു പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. കുമാരനാശാൻ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 100 വർഷം തികയുന്നു. പാരിപ്പള്ളി വയമ്പ് സാംസ്കാരിക വേദി കുമാരനാശാൻ്റെ ചരമശതാബ്ദി ആചരണത്തിൻ്റെ ഭാഗമായി ജന്മസ്ഥലമായ കായിക്കരയിൽ നിന്നും അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനയിലേക്ക് ആശാൻ സ്മൃതി യാത്ര നടത്തുന്നു എന്ന് അറിയിപ്പിക്കുകയുണ്ടായി. ജാഥ ക്യാപ്റ്റൻ ശ്രീ പാർവതി ദേവി, SNVRC പ്രസിഡന്റ് ശ്രീ നെടുങ്ങോലം രഘുവിന് മൊമന്റോയും ഫ്ളാഗും കൈമാറി. ശേഷം പരവൂരിൽ നിന്നും തുടങ്ങിയ യാത്രയ്ക്ക് നെടുങ്ങോലം സ്കൂൾ അങ്കണത്തിൽ സ്വീകരണം നൽകി. കൊല്ലം SN കോളേജിന്റെ സ്വീകരണത്തിൽ പ്രമുഖ എഴുത്തുകാരൻ രാജു ഡി മംഗലത്ത് ജാഥ സന്ദേശം നൽകി. ഈ ആശാൻ സ്മൃതിയാത്ര എത്തിച്ചേർന്നിരിക്കുന്ന ഈ ഇടമെന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കലാലയമാണ് കൊല്ലം SN കോളേജ്. അതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ആശാന് പല ജീവിതങ്ങളുണ്ട്. കവി എന്ന നിലയിലുള്ള ജീവിതം, സാമൂഹ്യ പരിഷ്കർത്താവ്, സംഘാടകൻ എന്ന നിലയിലുള്ള ജീവിതം, ഒരു വ്യവസായി എന്നുള്ള നിലയിലുള്ള ജീവിതം കൂടി ആശാനുണ്ട്. ആശാൻ്റെ എല്ലാത്തരം ജീവിതത്തിലെയും പിന്നിലെ അതിൻ്റെ ഇന്ധനമെന്ന് പറയുന്നത് ഗുരുദേവൻ്റെ ദർശനമാണ്. കൊല്ലം SN കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SP മനോജ് സ്വീകരണ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പുഷ്പമേ അധികതുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയേ നീ. മലയാളികൾക്ക് പഠിച്ചു തീർക്കാൻ കഴിയാതെ പോയൊരു പ്രതിഭ. അദ്ദേഹം മലയാള ഭാഷയെ, മലയാള കവിതയെ പുതിയൊരു ചിന്താധാരയിലേക്ക് മുന്നോട്ട് നയിക്കുന്നു. അന്ന് വരെ നിലനിന്നിരുന്ന കവിതാ പാരമ്പര്യം, കവിതാ സംസ്കാരം, സാഹിത്യം അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ കാൽവെപ്പിന് തുടക്കം കുറിച്ചൊരു വ്യക്തി. അദ്ദേഹത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു പ്രതിഭ എന്ന് പറയുമ്പോൾ ഒരു കവി എന്നതിനപ്പുറം, നാടകത്തിന് അപ്പുറം, സാമൂഹിക പരിഷ്കർത്താവെന്നതിനപ്പുറം അദ്ദേഹം നിർവഹിച്ച പല വിധത്തിലുള്ള, അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും അതൊക്കെ പറയുമ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരാൾ ഞാനല്ല എന്നാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കൊല്ലം SN കോളേജ് മലയാളം വകുപ്പ് മേധാവി ഡോക്ടർ വിദ്യ ഡി ആശാന്റെ ഓർമ്മകളെ കൂടുതൽ വിശകലനം ചെയ്തു. ഒരു ശബ്ദവുമില്ലാതിരുന്ന സ്ത്രീക്കും ശബ്ദം കൊടുത്ത് ഒരു കഥാപാത്രത്തെ കൊണ്ട് എൻ്റെ തെറ്റാണോ അയാൾ എന്നെ നോക്കിയത്, എന്തിനെന്നെ ഉപേക്ഷിക്കുന്നു എന്ന് രാമനെ ചോദ്യം ചെയ്ത സീത, അത് ആശാന് മാത്രമേ എഴുതാൻ പറ്റൂ എന്ന് ഞാൻ കരുതുന്നു. ഈ തരത്തിൽ എത്രയോ കാവ്യങ്ങളിലൂടെ, എത്രയോ വരികളിലൂടെ, എത്രയോ ചിന്തകളിലൂടെ, സ്വന്തം പ്രവൃത്തികളിലൂടെ കാലത്തിന് മുൻപേ നടന്ന ആ പ്രതിഭ അകാലത്തിൽ അസ്തമിച്ചു പോയപ്പോൾ ഇനിയും നമ്മൾ പഠിച്ചു തീരാത്ത, മനോജ് സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ കവിത മാത്രമല്ല
ആ വ്യക്തിത്വവും നമ്മൾ പഠിച്ചു തീർന്നില്ല. പഠിക്കേണ്ടിയിരിക്കുന്നു, അനുകരിക്കേണ്ടിയിരിക്കുന്നു. കാലം വല്ലാതെ മോശമാകുമ്പോൾ നമുക്ക് അതിജീവിക്കാൻ ഈ വാക്കുകളും വരികളുമായിരിക്കും ഉണ്ടാവുക. SM കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SV മനോജിന് ജാഥ ക്യാപ്റ്റൻ R പാർവതി ദേവി മൊമന്റോയും ജാഥ ഫ്ലാഗും കൈമാറി. സുധർമാമുനിയോടയോധ്യയിൽ ഗദരായോരള വന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്താളുടെ ജാന്തവാടിയിൽ. അരിയോരണിപ്പന്തലായി സതിക്കൊരു പൂവാക വിതിർത്ത ശാഖികൾ കരിനീലതൃണങ്ങൾ കീഴിരുന്നരുളും പട്ടുവിരുപ്പുമായത്. തുടർന്ന് ആശാൻ തന്റെ ബോട്ട് യാത്ര തുടങ്ങിയ കൊല്ലം പഴയ ബോട്ട് ചിട്ടിയിൽ സ്വീകരണം ലഭിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KP സജിനാഥ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. P ഭാസ്കരൻ ഉണ്ണി ഫൗണ്ടേഷൻ സെക്രട്ടറി ടെനിസൺ ഇരുവിപുരം സ്വീകരണ പരിപാടിയിൽ സ്വാഗതം അറിയിച്ചു. അവസാനം ഇടപ്പള്ളിക്കോട്ട ചിറ്റൂർ ഗവൺമെന്റ് UPS അങ്കണത്തിൽ ആശാൻ സ്മൃതി യാത്രയ്ക്ക് സ്വീകരണം ലഭിച്ചു. ഇടപ്പള്ളിക്കോട്ട ചിറ്റൂർ ഗവൺമെന്റ് UPS ഹെഡ് മിസ്റ്റേഴ്സ് സാജിദ KS സ്വാഗതം പറഞ്ഞു. SMC ചെയർമാൻ സന്തോഷ് മാനയത്ത് അധ്യക്ഷനായി. വാർഡ് മെമ്പർ സൂറത്ത് സക്കീർ, വിദ്യാരംഗം പ്രതിനിധി സിമി വൈ ബുഷ്ര എന്നിവർ സ്വീകരണ പരിപാടിയിൽ ആശംസകൾ അറിയിച്ചു. ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അദ്ദേഹം തൻ്റെ തൂലികയാകുന്ന വാളുയർത്തി പറഞ്ഞു, മനുഷ്യൻ മനുഷ്യനെ അശുദ്ധനാക്കുന്നു, തീണ്ടാൻ പാടില്ല എന്നുള്ളതാക്കുന്നു. അപ്പോൾ എന്ത് നാടാണിത് എന്ന് ഉറക്കെ ചോദിച്ച ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ക്രാന്തദർശിയായ ഒരു കവിയായിരുന്നു നമ്മുടെ കുമാരനാശാൻ. സ്റ്റാഫ് സെക്രട്ടറി H ഷാജു നന്ദി അറിയിച്ചു. തുടർന്ന് ഇടപ്പള്ളിക്കോട്ട ചിറ്റൂർ ഗവൺമെന്റ് UPS ഹെഡ് മിസ്റ്റേഴ്സ് സാജിദ KS ജാഥ ക്യാപ്റ്റൻ R പാർവതി ദേവിയെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. തുടർന്ന് ശ്രീമതി പാർവതി ദേവി മൊമന്റോ ഹെഡ് മിസ്റ്റേഴ്സിന് കൈമാറി. ശേഷം അധ്യക്ഷത വഹിച്ച സന്തോഷ് മാനയത്ത് വയമ്പ് ഫ്ലാഗ് ഏറ്റുവാങ്ങി. അഴകൂടം നഗരത്തിൽ തെക്കു കിഴക്കതുവഴിയൊഴുകും യമുന തൻ്റെ പുളിനം കാണൂ. ഇളമഞ്ഞ വെയിൽ തട്ടി നിറം മാറി നീലവിണ്ണിൽ വിളങ്ങുന്ന വെൺമുകിലിൻ നിരകണക്കേ. ശേഷം ആശാൻ സ്മൃതി യാത്ര അതിന്റെ സമാപന സ്ഥലമായ പല്ലനയാറിനു തീരത്ത് ആശാൻ സ്മൃതി കുടീരത്തിൽ എത്തിച്ചേർന്നു. പല്ലന കുമാരനാശാൻ സ്മാരക സമിതി സെക്രട്ടറി T തിലകരാജൻ ജാഥ സമാപന സമ്മേളനത്തിൽ സ്വാഗതം അറിയിച്ചു. ചിത്രകാരൻ അജിത് SR ജാഥ സന്ദേശം നൽകി. പല്ലന കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു പ്രസ്തുത പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇന്നലെ ചെയ്തോരബദ്ധം ആർക്ക് മൂഢർക്ക് ഇന്നത്തെ ആചാരമാവാം, നാളത്തെ ശാസ്ത്രവും അതാവാം. അതിന് സമ്മതം മൂളായിക രാജൻ. കേവലമായ ലിറ്ററേച്ചർ രൂപത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് കവിതയെ സാമൂഹ്യ പരിവർത്തനത്തിന് പടവാളാക്കി മാറ്റുമ്പോഴാണ് ഒരു കവി മരണശേഷവും എന്ത് ചെയ്യുന്നത് അതിനേക്കാൾ ഉജ്ജ്വലനായി ഊർജ്ജസ്വലനായി നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നത്. തുടർന്ന് ജാഥ ക്യാപ്റ്റൻ R പാർവതി ദേവി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. വയമ്പ് സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലും നാവിലും ചിന്തയിലും കുമാരനാശാൻ എന്ന ആ മഹത് വ്യക്തിത്വം മാത്രമായിരുന്നു. കുമാരുവിൽ നിന്നും കുമാരനാശാനിലേക്കെത്തിയ 51 വർഷം. ആ 51 വർഷം ഈ സമൂഹത്തിന് വേണ്ടി ഇന്ന് നമ്മളാക്കിയ കേരളം, ആധുനിക കേരള സൃഷ്ടിക്ക് അദ്ദേഹം നടത്തിയ അതുല്യമായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അതിനു മുൻപോ അതിനു ശേഷമോ നമുക്ക് കുമാരനാശാന് തുല്യനായി മറ്റൊരാളെ കാണിക്കാനില്ല. ധാരാളം കവികളുണ്ട്, നമുക്ക് ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് തീർച്ചയായും. പക്ഷേ കുമാരനാശാനെ പോലെ ഇത്തരത്തിൽ കവിതയെ ആയുധമാക്കി എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ചിന്തയും
പൂർണ്ണമായും ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കുകയും അതിമനോഹരമായ കവിതകൾ കൊണ്ട് മലയാള സാഹിത്യ നഭസിൽ ഒരു വലിയൊരു ശുക്രനക്ഷത്രം, നമ്മൾ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്ന് ആശാനെ വിശേഷിപ്പിക്കുന്നു. വീണപൂവിലൂടെ ഒരു വിപ്ലവം തന്നെയായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ചത്. ഇന്ന് കേരളം ആവശ്യപ്പെടുന്നതാണ് കുമാരനാശാൻ്റെ ദർശനം, കുമാരനാശാൻ്റെ സന്ദേശം, കുമാരനാശാൻ്റെ ഉയർത്തിപ്പിടിച്ച പതാക, ആ ദീപശിഖ കൂടുതൽ കൂടുതൽ ഉജ്ജ്വലമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. തീർച്ചയായും വയമ്പ് സാംസ്കാരിക വേദി, യഥാർത്ഥത്തിൽ ഞാൻ അവരുമായി ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ നന്ദി കൊണ്ടും വിനയം കൊണ്ടും തലകുനിക്കുകയാണ്. കാരണം ഇന്ന് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചാരിതാർത്ഥ്യജനകമായ ഒരു നിമിഷമാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അർത്ഥപൂർണമായൊരു നിമിഷമായിട്ട് ഞാൻ ഈ നിമിഷത്തെ കാണുകയാണ്. തീർച്ചയായിട്ടും എനിക്കതിന് വയമ്പിൻ്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളോടും ഒരുപാട് നന്ദിയും കടപ്പാടുമുണ്ട്. പ്രസ്തുത പരിപാടിയിൽ വാർഡ് മെമ്പർ അർച്ചന ദിലീപ് ആശംസ അറിയിച്ചു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ആശാൻ്റെ 100ാമത് ചരമവാർഷിക ദിനാചരണത്തിൻ്റെ ഭാഗമായി തന്നെ ആ സമയത്ത് തന്നെ ഇങ്ങനെയൊരു യാത്ര ഇവിടെ എത്തിച്ചേർന്നതും ആ യാത്രയ്ക്ക് ഇവിടെ ഒരു സ്വീകരണം നൽകാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൂടി സാധിച്ചതും ഒരു ഭാഗ്യമായി തന്നെ കരുതുന്നു. ആശാൻ സ്മൃതി യാത്രയുടെ സമാപന സമ്മേളനത്തിൽ വയമ്പ് സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ആശാൻ കവിതാലാപനം നടന്നു. പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. കാവ്യകലയുടെ കമലപ്പൊയ്കകൾ കണി കണ്ടുണരും കവികൾ, കാവ്യകലയുടെ കമലപ്പൊയ്കകൾ കണി കണ്ടുണരും കവികൾ. അനുഭൂതികളുടെ ഗോപസ്ത്രീകളെ ഒളി കണ്ണെറിയുകയായിരുന്നു, അനുഭൂതികളുടെ ഗോപസ്ത്രീകളെ ഒളി കണ്ടെയ്യുകയായിരുന്നു. പുരികക്കൊടിയാൽ അവരുടെ മാറിൽ പൂവം പെയ്യുകയായിരുന്നു, പുരികക്കൊടിയാൽ അവരുടെ മാറിൽ പൂവം പെയ്യുകയായിരുന്നു. അവരുടെ കയ്യിലെ മധുകുംഭത്തിലെ അമൃത് കുടിക്കുകയായിരുന്നു, അവരുടെ കയ്യിലെ മധുകുംഭത്തിലെ അമൃത് കുടിക്കുകയായിരുന്നു. പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്തിൽ വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. ആശാന്റെ ഓർമ്മകൾ ഇന്നും വസന്തം പൂവിട്ട പോലെ എന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു വയമ്പിന്റെ കുമാരനാശാൻ ചരമശതാബ്ദി ആചരണം. 2 മാസക്കാലത്തോളം നീണ്ടുനിന്ന സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന കവിവാക്യം ഉയർത്തിക്കൊണ്ടുള്ള കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തിന് അങ്ങനെ പല്ലനയാറിനു തീരത്ത് ആശാൻ സ്മൃതിയാത്രയുടെ അന്ത്യത്തോടെ തിരിതെളിയുകയാണ്. 1924 ലോകം വിട്ടുപോയ മറ്റു മനുഷ്യരും വസ്തുക്കളും ചരിത്രവുമെല്ലാം മിക്കവാറും മ്യൂസിയത്തിലെ കാഴ്ച വസ്തുക്കളായപ്പോഴും ആശാൻ തത്സമയ സാന്നിധ്യമായി തന്നെ നിലകൊണ്ടു. നിയമസഭയിൽ സാമാജികൾ തങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് ബലം പകരാൻ ആശാനെ ഉദ്ധരിച്ചു. യുവജനോത്സവ മത്സരവേദികളിൽ ആശാൻ മുഴങ്ങി. കോടതി വിധികളിൽ പോലും ആശാൻ കയറിപ്പറ്റി. ആശാന്റെ പ്രതിമകൾ ഉണ്ടായെങ്കിലും ആശാൻ കൃതികൾ പ്രഥമകളായില്ല.